ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 105 അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലക്ഷ്മി വെൽക്കംസ് യു. ഇന്നത്തെ ഒരു പ്രത്യേകത, ഈ ചാനൽ ആരംഭിച്ചിട്ട് 5 മാസം ആയിരിക്കുന്നു. 24/12 ഇത് ആരംഭിച്ചത്, 24/5 ഇപ്പോൾ. അപ്പോൾ 5 മാസം പൂർത്തിയായിരിക്കുകയാണ്. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ. കുറച്ച് നേരത്തേക്കുള്ളതാണ്. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 2394 പേരായി. ആ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കൊരു ചായ ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: വെള്ളം, ഇഞ്ചി, ഏലയ്ക്ക, കറുവാപ്പട്ട, ചായയില, സ്വീറ്റ്നർ, നാരങ്ങ. അപ്പോൾ അതെല്ലാം ഞാനിവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നു. ആദ്യം കാണുന്നത് നമ്മൾ ആ ഹീറ്ററിൻ്റെ അറ്റത്ത് നിന്ന് അങ്ങോട്ട് മുന്നോട്ട് കാണുന്ന മുഴുവൻ ഈ സാധനങ്ങളാണ്. അപ്പം നമ്മുടെ ആ പുതിയ വുഡ് കട്ടറിലാണ് വെച്ചിരിക്കുന്നത്. കട്ടിംഗ് പ്ലേറ്റിൻ്റെ പുറത്താണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ കണ്ടത് ഇതാണ് കൊടിൽ. പിന്നെ ഓരോ ഐറ്റംസ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഓരോരോ ഐറ്റംസാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇഞ്ചിയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, തേയിലയുണ്ട്, സ്വീറ്റ്നറുണ്ട്. എല്ലാ സാധനങ്ങളും റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. നാരങ്ങയാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട്. കപ്പ് റെഡിയായിരിക്കുന്നു, വെള്ളം എടുക്കാനുള്ള പാത്രം റെഡിയായിരിക്കുന്നു, അരിക്കുന്ന സാധനം റെഡിയായിരിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം റെഡിയാക്കിയിരിക്കുന്നു. അത് 2 ഗ്ലാസ് കൊള്ളുന്നൊരു ഗ്ലാസ്സാണ്. ഇനി നമ്മൾ തിരിച്ച് ഹീറ്ററിലേക്ക് വരികയാണ്. ഹീറ്റർ ഓൺ ചെയ്യണം. ഇത് നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അത്ര സ്പീഡിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹീറ്റർ ഓൺ ചെയ്തു. 60 എന്നുള്ള ഇത് കാണിക്കുന്നു. പാത്രം എടുത്ത് വെച്ചു. ഉടനെ വെള്ളം ഒഴിച്ചു. 2 ഗ്ലാസ് വെള്ളമാണത്, അല്ലെങ്കിൽ 2 കപ്പ് ചായക്കുള്ള വെള്ളം. ആദ്യമായിട്ടത് ഇഞ്ചിയാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇഞ്ചിയുടെയൊക്കെ ഒരു മണം വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. കറുവാപ്പട്ടയുടെ ഇഞ്ചിയുടെയൊക്കെ നല്ല മണം വരുമ്പോൾ ചായക്ക് നല്ല കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പോരഞ്ഞിട്ടിന്ന് നാരങ്ങയും കൂടെ ഇടാൻ തോന്നി. അപ്പോൾ ഈ സാധനം ഇനി നമുക്ക് തിളച്ച് വരണം. 2 മിനിറ്റ് നേരത്തേക്ക് ഉണ്ട് സമയം തിളയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങളോട് ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ശ്രദ്ധയോടെ കൂടി കേൾക്കണം. ഈ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സബ്സ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നെ ഒന്ന് കൂട്ടാക്കാവോ, അല്ലെങ്കിൽ ഞാൻ കൂട്ടാക്കാവോ, അങ്ങനെയൊന്നും ചോദിക്കേണ്ട. നേരെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ ഓൺ ചെയ്യുക. അത് 1500 കുഞ്ഞു വീഡിയോകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന്, അത് ലക്ഷ്മി 345 എന്ന് പറയുന്ന ആ നമ്പറിലുള്ള ലക്ഷ്മി ഏതെങ്കിലും ഒരു ഇത് തുറന്നിട്ട് അതിലേക്കൊരു ഇമോജി ഇടുക. എന്നിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യുക, പോകുക. പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എൻ്റെ മറുപടി കിട്ടിയിരിക്കും. എന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഈ YT നോക്കും. YT മീൻസ് യൂട്യൂബിൻ്റെ ഇൻഫർമേഷൻ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ. അവിടെ ആരൊക്കെയാണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത്, ആരൊക്കെയാണ് ലൈക്ക് ചെയ്ത്, ആരൊക്കെയാണ് കമൻറ്റ് എഴുതിയത്. അപ്പോൾ കമൻറ്റ് മുഴുവൻ അവിടെ ഒറ്റയടിക്ക് കാണാൻ പറ്റും. അപ്പോൾ കമൻറ്റ് നോക്കുമ്പം പുതിയ ആൾക്കാരെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് പുതിയ പേരുകൾ. ബാക്കിയുള്ള പേരൊക്കെ എനിക്ക് ഒരുമാതിരി കാണാപ്പാട് അറിയാം. അപ്പോൾ ആ പേരുകൾ നോക്കിയിട്ട് ഒരു ഇമോജി ഇട്ടിരിക്കുന്ന ഒരാൾ, അപ്പോൾ ആ ആളിനെ ഞാൻ തപ്പിയെടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് അവരുടെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അവരുടെ വീഡിയോ കണ്ടിട്ട് അതിലൊരു ലൈക്കും ഒരു കമൻറ്റും കൊടുത്തിട്ട് അവിടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അവിടെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചു, ചായയുടെ പൊടി ഇട്ടു. ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പുതിയ ആൾക്കാർക്ക് മതി, പഴയ ആൾക്കാർക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് സമയം കഴിഞ്ഞു. ചായ തിളച്ച്, അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ഒന്നാന്തരം ഏലക്കായുടെയും കറുവാപ്പട്ടയുടെയും ഇഞ്ചിയിലെയൊക്കെ രുചിയും മണമൊക്കെ അതിന് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇനി അടുത്ത യൂണിറ്റ്, അതായത് ഫിൽറ്ററിങ് സെക്ഷനിലേക്ക് വിടുകയാണ്. ഫിൽറ്റർ ചെയ്തെടുക്കാതെ അത് കുടിക്കാൻ പറ്റില്ല. നേരത്തെ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാതെ കുടിക്കാമായിരുന്നു. ഇതിപ്പം പൊടിച്ചായയല്ലേ, ചെറിയ ചായപ്പൊടിയാണ്. അപ്പോൾ ഫിൽറ്റർ ചെയ്യാനായിട്ട് ഫിൽറ്ററിങ് യൂണിറ്റിലേക്ക് വിട്ടു. വെള്ളം അരിച്ചെടുത്തു. വെള്ളമല്ല, ചായ അരിച്ചെടുത്തു. ചായ അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 2 സ്വീറ്റ്നർ ഇടുന്നുണ്ട്. 2 കഷ്ണം സ്വീറ്റ്നർ, 2 കഷ്ണമല്ല, 2 ഗുളിക. അതിൻ്റെ മധുരത്തിൻ്റെ 2 ഗുളികകളാണ്. അതിട്ടിട്ട് നമ്മൾ ആ സ്പൂൺ കൊണ്ട് ഈ ചായ നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ആ പടത്തിൽ കാണുന്നതാണ് സ്വീറ്റ്നർ. ഇത് കടയിലൊക്കെ കിട്ടുന്നതാണ്. അത് ഈ ഷുഗറിൻ്റെ സുഖമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളും ഷുഗറിൻ്റെ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഷുഗർ ഞാൻ ഒഴിവാക്കി കുറച്ച് നാളായി. ഡോക്ടർമാരൊക്കെ പറഞ്ഞ് ഷുഗറൊന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഷുഗർ കഴിക്കാതിരിക്കുകയാണ് ഇപ്പം.
ഇച്ചിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു. ഒന്ന് പിഴിഞ്ഞൊഴിച്ചാൽ എന്താ സംഭവിക്കുന്ന അറിയില്ല. അപ്പോൾ ഈ നാരങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മലബാർ പ്രദേശത്ത് ഇതിനെ സുലൈമാനി എന്നാണ് വിളിക്കുന്നത്. സുലൈമാനി. അത് പിന്നെ മലപ്പുറത്തിന് അപ്പുറത്തോട്ടുള്ള പ്രദേശത്തൊക്കെ ഇതിൻ്റെ പേര് ഇതായിരിക്കും. അപ്പോൾ അത് നമ്മൾ കപ്പിലേക്ക് ഒഴിക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ 105 എണ്ണം കണ്ട് മടുത്ത് കാണാം. പക്ഷേ ഇത് നമുക്ക് ഓരോ ദിവസം ചെല്ലും തോറും വീഡിയോ ഇടുന്നതിൻ്റെയും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെയും സംസാരിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു ട്രേഡാണല്ലോ. അതായത് നിങ്ങളുടെ ഇഷ്ടമല്ല, നമ്മളെ ഇതിൻ്റെ എക്സ്പീരിയൻസ് കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കാര്യം. അപ്പോൾ മിക്കവാറും ആൾക്കാർ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ കണ്ടിട്ടുള്ളൂ, അവൻ്റെ ഒരു ചായ എന്നും പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. നമ്മൾ ആദരവോടുകൂടി പിന്നെ ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. ബൈബിളിൽ നമുക്ക് വായിക്കാനായിട്ട് വചനം തരുന്നത് നിയോഗ പ്രാർത്ഥനയുണ്ട്. ഫാദർ മാത്യു വയലാമണിൽ അച്ഛൻ്റെ നിയോഗ പ്രാർത്ഥനയിൽ ഇന്നത്തെ വചനം 2 ദിനവൃത്താന്തം 20:1-2-17. അപ്പോൾ അത് നമുക്ക് ബൈബിളിൽ ആ ഭാഗം ഞാൻ എടുത്ത് വെച്ച് കാണിക്കുന്നു. അതിനുശേഷം നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ വായിക്കും. അത് 2 ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്, 17-ാമത്തെ ഇപ്പുറത്തും. അപ്പോൾ ഞാൻ വായിക്കുകയാണ്. 2 ദിനവൃത്താന്തം അധ്യായം 20. കുറേ കാലം കഴിഞ്ഞ് മോവാബ്യരും അമ്മോന്യരും മെയൂന്യരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. 2 ചിലർ വന്ന് യഹോഷാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ ഹാസോൻ താമറിൽ, അതായത് എൽഗോദയിൽ എത്തിക്കഴിഞ്ഞു. 3 അവൻ ഭയന്ന് കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. 17 ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദാ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവാൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് ഈ വചനം ശ്രവിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ശുഭം.